വശ്യമനോഹരമായ ഊട്ടിയുടെ തീരത്ത് ഇങ്ങനെ കുറേ നടന്നു യാത്ര ചെയ്തപ്പം എനിക്ക് കുറച്ച് നമ്മുടെ ബ്രെയിൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ ചോദിച്ചു. ബ്രെയിൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാറാ കുറേ മെമ്മറി ഗെയിംസ്, പസിൽസ്, ഇതൊക്കെയാണല്ലോ. ഒരിക്കലും അല്ലല്ല. നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാലുകളാണ്. ശക്തമായിട്ടുള്ള നമ്മുടെ കാലുകൾ എന്ന് പറഞ്ഞാൽ അതാണ് നടക്കാനായി മാത്രമുള്ള ഒന്നല്ല. നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ഡിമെൻഷ്യ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, ഓർമ്മശക്തി കുറഞ്ഞു പോകുന്നത്, ഇതൊക്കെ കുറഞ്ഞു പോകുന്നത് തടയാൻ സഹായിക്കുന്ന, നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു ഘടകമാണ്. നമ്മളിതാ ഈ ഒരു വഴിയോരങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ എത്രമാത്രം നമുക്ക് നടക്കാൻ പറ്റുമോ അത്ര നടത്തിയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കാലിനെ പവർഫുള്ളായിട്ട് നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു പ്രവർത്തനക്കുറവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പേശികളെ ദുർബലാക്കുന്നൊരു കാര്യമാണ്. ഇത് കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലറിയാം. നമ്മുടെ കാലം കഴിയുമ്പോൾ നമ്മൾ സാർക്കോപീനിയ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കും. സാർക്കോപീനിയ എന്ന് പറഞ്ഞാൽ നമ്മളെ മസിലുകൾ ക്ഷയിച്ചു പോകാമെന്ന് മാത്രമല്ല, അതൊരു വലിയ മെറ്റബോളിക് പ്രശ്നമാണ്. മനസ്സിലല്ലേ? നമ്മുടെ നാഡീപ്രവർത്തനത്തിനെ ശക്തമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു പോകുന്നൊരു വലിയ പ്രശ്നമാണ്. പല ഗവേഷണങ്ങളും കാണിക്കുന്നൊരു കാര്യമുണ്ട്. നമുക്കിങ്ങനെ നടത്തം കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിശക്തി അത് വേഗത്തിൽ കുറച്ച് കളയും, ഡിമെൻഷ്യ ഉണ്ടാക്കും, നമ്മുടെ തീരുമാനം എടുക്കാനുള്ള ശേഷി കുറഞ്ഞു പോകും. നമ്മുടെ പേശിയുടെ പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിൻ്റെ നാഡി വളർച്ച ഉത്തേജിപ്പിക്കുന്നൊരു കാര്യമാണ്. പേശികളെ ഒരു ഹോർമോൺ ഉൽപ്പാദന അവയവം ആയി ചിന്തിക്കാം. നമ്മുടെ പേശികൾ 25 വയസ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഹിപ്പ് ഫ്രാക്ചർ, പിന്നെ ആശുപത്രിവാസം, പിന്നെ മരണനിരക്ക് വർദ്ധിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് ഒരുപാട് നമ്മുടെ ശക്തി, നമുക്ക് പെട്ടെന്നുള്ള വീഴ്ച, ഇതിനൊക്കെ കാരണങ്ങൾ വരും. നമ്മൾ ബാലൻസ് ഇല്ലാതാക്കും. ഇതൊക്കെ തടയാൻ നമുക്ക് എന്ത് വേണം? ഒരുപാട് നടക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ ലളിതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ നടത്തത്തെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ക്വാട്ട്, ലഞ്ച്, കോണി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുക, അങ്ങനെ പാർക്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കുറേ നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഇത് നിങ്ങളിനി 40 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ കഴിഞ്ഞ് തുടങ്ങിയാലും അതിൻ്റേതായ ഒരു പ്രയോജനം ഉണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലായത്? ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് മിതമായ വ്യായാമം, പിന്നെ നമ്മുടെ പേശി ശക്തിപ്പെടുത്തുന്നൊരു വ്യായാമം ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും.